ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന അതും നല്ല നാടൻ രുചിയിലുള്ള ഒരു കറി ഉണ്ടാക്കാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ തക്കാളി എടുത്തിട്ടുണ്ട്. മത്തങ്ങ മുറിച്ച് വെച്ചിരിക്കുന്നതാണ്, നല്ല മൂത്ത മത്തങ്ങയാണ്. അപ്പോൾ ഞാൻ അതിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അടുപ്പത്തേക്ക് വെക്കാം, ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കാം. 3 തക്കാളി ഉണ്ട്, നല്ല പഴുത്ത തക്കാളിയാണ്. ഇപ്പോൾ തേങ്ങ ചിരകിയതുണ്ട്, ഒരു 2 അല്ലി വെളുത്തുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു നുള്ളു ജീരകം, നല്ല ജീരകം. അപ്പോൾ നമുക്ക് ഈ തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കാം. തക്കാളി ഇപ്പം നീളത്തിലാണ് അരിയണേ, എങ്ങനെ വേണമെങ്കിലും അരിയാം, വെന്ത് ഉടയാനുള്ളതാലോ. ഞാനിപ്പോൾ ഇവിടെ നീളത്തിൽ അരിഞ്ഞെന്നേ ഉള്ളൂ. നല്ല പഴുത്ത തക്കാളി ആയിരിക്കണേ. മൂന്നും നമുക്ക് മുറിച്ചെടുക്കാം. പിന്നെ ഞാനിതിൻ്റെ കൂടെ ഒരു 4-5 കാന്താരിമുളക് എടുത്തിട്ടുണ്ട്, പഴുത്ത കാന്താരിമുളകാണ്. അതും കൂടി ഒന്ന് മുറിച്ചിടാം, അപ്പം നല്ലൊരു എരിവ് കിട്ടുമേ. ഇനി നമുക്ക് ഈ മത്തങ്ങ തിളച്ചിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. മത്തങ്ങ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ തക്കാളിയും കാന്താരിമുളകും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിനാവശ്യമുള്ള ഉപ്പ്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതിയേ. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇടണേ. മുളക് പൊടി അത്ര ഇട്ടാൽ മതി, എന്താണെന്ന് വെച്ചാൽ ഞാൻ കാന്താരിമുളക് ഇട്ടിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിവിടെ ഇരുന്ന് നല്ലതുപോലെ വേവട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കാം. തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടെ നല്ലപോലെ അരച്ചെടുക്കാം. നമ്മൾ കല്ലിൽ വെച്ച് അരക്കുമ്പോൾ അതിൻ്റേതായ രുചി കിട്ടുമേ. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം, കല്ലും കൂടെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ആ തേങ്ങ അരച്ച അരപ്പൊക്കെ കിട്ടിക്കോളും മൊത്തമായിട്ട്. അപ്പം നമ്മുടെ തക്കാളിയും മത്തങ്ങയും വെന്തോന്ന് നോക്കാം. അപ്പം മത്തങ്ങയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. വെന്തങ്ങോട്ട് ഉടഞ്ഞു പോവണ്ട, ഉടയ്ക്കണ്ട ഇട്ട്. അപ്പോൾ നമുക്ക് ഈ അരച്ച് വെച്ച തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഒത്തിരി അങ്ങോട്ട് ഉടച്ച് ഇളക്കണ്ട. ഇനി നമുക്ക് ആ അരപ്പിരുന്ന പാത്രവും കൂടെ ഒന്ന് കഴുകി ഒഴിച്ചാൽ മതിയേ, ഒത്തിരി വെള്ളമൊന്നും വേണ്ട. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഒന്ന് വരട്ടെ, ഒത്തിരി അങ്ങോട്ട് തിളക്കണ്ട. അപ്പോൾ നമുക്ക് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കാം. ഉപ്പൊക്കെ ഉണ്ട്, നല്ല എരിവും ഒരു മധുരവും, ആ മത്തങ്ങയുടെ ഒരു മധുരവും ഉണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. ഇങ്ങനെ ഒരു കറിക്ക് കടുക് വറുത്തിടുന്നതാണ് നല്ലത്. അപ്പം ഞാനൊരല്പം കടുകും കൂടി ഇട്ടിട്ടുണ്ട്. അത് വെളിച്ചെണ്ണയിൽ തന്നെ വറക്കണേ. കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്.
ഇനി നമുക്കിതിലേക്ക് 2 ചെറിയുള്ളിയും വറ്റൽമുളകും കൂടെ അരിഞ്ഞതിട്ട് കൊടുക്കണേ. ചെറിയുള്ളി വട്ടത്തിൽ ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞതാണ്. മുളക് 2ആക്കി മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മുരിയട്ടെ. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരല്പം ചട്ടിയിൽ ഒഴിച്ചിട്ടതൊന്ന് ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ ആ കടുകും ഇതുമൊക്കെ അതിലിരിപ്പുണ്ട്. അപ്പം മത്തങ്ങ മേടിക്കുമ്പം ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാൻ ആരും മറക്കരുത്. അപ്പോൾ ആ മത്തങ്ങയുടെ നല്ലൊരു മധുരവും കാന്താരിമുളകിൻ്റെ എരിവും കൂടെയൊക്കെ ആയപ്പോഴത്തേനും നല്ലൊരു രുചിയാണ് നമ്മുടെ ഇന്നത്തെ കറിക്ക്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.